വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിക്വിഡിറ്റി മാർക്കറ്റിൽ എവിടെയൊക്കെയാണ്, ഇനി ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എൻട്രി നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. ഇതൊരു യൂറോ USD 1 ഡേ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഈ 1 ഡേ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, ആ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻസിന് അനുസരിച്ച് എങ്ങനെ ട്രേഡ് എടുക്കാം. പല ആൾക്കാരും മാർക്കറ്റിന് റിവേഴ്സ് ട്രേഡ് എടുത്തുകൊണ്ട് ചെറിയ ചെറിയ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ക്യാപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്സ് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ ട്രേഡ്, അത് മാർക്കറ്റിൻ്റെ ട്രെൻഡിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ ട്രേഡ് എടുത്ത് ഇവഞ്ച്വലി ചിലപ്പോൾ അവർ കുറച്ച് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കും, പക്ഷേ അവർ ചില സമയത്ത് ലോസിലോട്ട് തന്നെ പോകും. അപ്പോൾ മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ആ മാർക്കറ്റ് ഡയറക്ഷന് അനുസരിച്ച് നമുക്ക് എങ്ങനൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എങ്ങനൊരു ഹൈ റിസ്ക് ടു റിവാർഡ് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൻ്റെ ഡെയിലി ഡയറക്ഷൻ, ഡെയിലി ബയസ് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ലിക്വിഡിറ്റി കിടക്കുന്നത് എപ്പോഴും സ്വിങ് ഹൈ സ്വിങ് ലോ ആ ഏരിയയിലായിരിക്കും. അപ്പോൾ സ്വിങ് ഹൈ സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊരു സ്മോളർ ടൈം ഫ്രെയിം ആണെങ്കിലും അതിൽ ചെയ്യുക. ഇനി പ്രീവിയസ് ഡേ ഹൈ ലോ, പ്രീവിയസ് വീക്ക് ഹൈ ലോ എല്ലാം വരച്ചിടുക. നമുക്കിപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിം തന്നെ ധാരാളമാണ്, ഒരു ഷോർട്ടർ ടൈം ഫ്രെയിം, ഷോർട്ടർ ട്രേഡർ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം നമുക്ക് ഹൈ ലോ വരച്ച് വെക്കാം. ഇത് കണ്ടോ, മാർക്കറ്റ് ഈ ഒരു ഹൈ ലോ വയലേറ്റ് ചെയ്ത് താഴോട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു ലിക്വിഡിറ്റി റൺ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അടുത്ത ദിവസം എങ്ങോട്ട് പോവാം, വീണ്ടും താഴോട്ട് തന്നെ പോവാം. ഈ ഒരു ഹൈ ലോ തന്നെ വയലേറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ആ ലോ വയലേറ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ഡൗൺ ട്രെൻഡാണ്, ബെയറിഷ് ട്രെൻഡാണ്. 1 ഡേ 4 hours ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി. ഇനി എങ്ങനെ ഒരു റിവേഴ്സ് ട്രേഡ് നമുക്ക് നോക്കാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കിയേ, ഇതൊരു ഡോജിയാണ്. ഇതിൻ്റെ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ലോ സ്വീപ്പ് ചെയ്ത് മേളിലാണ് അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ താഴത്തുനിന്ന് ലിക്വിഡിറ്റി എടുത്തു മേളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിൽ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ബുള്ളിഷായി കണ്ടോ. അപ്പോൾ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ വിക്കിൻ്റെ താഴെ തന്നെ ഒരു എൻട്രി ഉണ്ട്. ടാർഗറ്റ് അവിടെ പ്രീവിയസ് ഡേ ഹൈ തന്നെയാണ് ടാർഗറ്റ്. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്ന് ക്ലോസ് ചെയ്തു ഡെയിലി ടൈം ഫ്രെയിമിൽ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ടാർഗറ്റ് എത്തും എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ കണ്ടോ, ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തു മേളിലോട്ട് ക്ലോസ് ചെയ്തു. നോക്കിയേ, ടാർഗറ്റ് അച്ചീവ് ചെയ്തു കണ്ടോ. അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ എൻട്രി വന്നു മേളിലോട്ട് പോയി. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതുപോലെ ഡെയിലി നമുക്ക് വരച്ച് വെക്കാം. ഇതിൻ്റെ ഹൈ നോക്ക്, ഇതിൻ്റെ ലോ നോക്കാം. മാർക്കറ്റ് മേളിലോട്ട് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. അടുത്ത ദിവസം ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നില്ല, അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി ഇല്ല. അടുത്ത ദിവസം ഇവിടെ അത് വയലേറ്റ് ചെയ്ത് മേളിലോട്ട് പോയി, പ്രീവിയസ് ഡേ മേളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ദിവസം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴോട്ട് വന്നു. അപ്പോൾ നമുക്കറിയാം താഴോട്ടാണ് ഡയറക്ഷൻ. ഇവിടെ ഒരു ടാർഗറ്റ് വെക്കാം, ഇവിടെ ഒരു എൻട്രി വന്നു വിക്ക് ഏരിയയിൽ. പക്ഷേ മാർക്കറ്റ് താഴോട്ട് വന്ന് സ്മോളർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു സ്ട്രോങ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാണും. നമുക്ക് അടുത്ത ഡേയിലോട്ട് പോവാം.
കണ്ടോ, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ട്രേഡ് കുറവാണ്. അടുത്ത ദിവസം നോക്കാം. കണ്ടോ, ഇവിടുന്ന് സ്ട്രോങ് ഒരു അപ്പ് ട്രെൻഡ് വന്നു. അപ്പ് ട്രെൻഡ് ഇത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ നോക്കാം. ഈ ഒരു ലെവല് ഇല്ല, ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിട്ടില്ല. ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നെങ്കിലും ഈ ഒരു ഹൈ സ്വീപ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷനാണ്. ഇത് ബ്രേക്ക് ചെയ്തു, ഇനി ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എൻട്രി കാണും. അതെങ്ങനെ എൻട്രി കാണാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിപ്പോൾ 1 ഡേ ആണ്. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്ന് മേളിലോട്ട് പോയി. അപ്പോൾ നമുക്കറിയാം ട്രെൻഡ് ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എൻട്രി എങ്ങനെ നമുക്ക് ഈ ഒരു ഡേ ക്ലോസിങ്ങിൽ അടുത്ത ഡേയിൽ എങ്ങനെ ഒരു എൻട്രി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. കണ്ടോ, മാർക്കറ്റ് പ്രീവിയസ് ഡേ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, മേളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡേയിൽ നമുക്ക് എങ്ങനെ ഒരു എൻട്രിയും ടാർഗറ്റ് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് PO3 കോൺസെപ്റ്റ് നോക്കാം. പവർ ഓഫ് 3 കോൺസെപ്റ്റ്. PO3 കോൺസെപ്റ്റിൽ നമുക്കറിയാം ഒരു അക്യുമുലേഷനിൽ നിന്ന് തുടങ്ങി ഒരു മാനിപ്പുലേഷൻ വരാം. ഈ മാനിപ്പുലേഷൻ നമുക്കറിയാം അതൊരു എൻട്രി ആണ് മാനിപ്പുലേഷൻ. ഇനി ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ലെവലിലോട്ടും പോവാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒരു എൻട്രി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫിബൊനാച്ചി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ സ്വിങ് ലോയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ ഓൾറെഡി എൻട്രി എടുത്ത് മേലോട്ട് പോയി. ഇനി പ്രീവിയസ് ഡേ മാനിപ്പുലേഷൻ ഏരിയയിൽ ഒരു എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. നമുക്കിവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. കണ്ടോ, ഇവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ. ഈ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല, വിക്സ് തമ്മിൽ. അപ്പോൾ ഇവിടെ ഒരു എൻട്രി നമുക്ക് കിട്ടി. ഈ ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിസ്ക് ടു റിവാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ നോക്കുക, ഈ ഒരു ലെവലിൽ റിസ്ക് വെക്കുക, ടാർഗറ്റ് ഇത് അച്ചീവ് ചെയ്യുക. കണ്ടോ, ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് 50 മിനിറ്റ്സിലാണ് ഈവൻ ഒരു സ്മോളർ ടൈം ഫ്രെയിമിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്മോളർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോറി, നമുക്ക് അത്രയും ടൈം ഫ്രെയിംസ് അവൈലബിൾ അല്ല. കണ്ടോ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്സ് നമ്മൾ കണ്ടു. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഡേ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഹൈയിലോട്ടാണ്. അപ്പോൾ PO3 കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്ന് നമ്മളിവിടെ കണ്ടു അല്ലേ. സമാനമായിട്ട് നമുക്ക് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിംസിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എൻട്രി കണ്ടുപിടിക്കാമെന്ന്. പ്രീവിയസ് ഡേ ഹൈ ലോ നമ്മൾ കണ്ടു, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി റൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ഡേ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എൻട്രി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫിബോ ലെവൽസിൽ നമുക്ക് നോക്കാം. ഫിബോ ലെവൽസിൽ ഇതൊരു പ്രീമിയം ഏരിയയാണ്, ഇതൊരു ഡിസ്കൗണ്ട് ഏരിയയാണ്. പ്രീമിയത്തിൽ വെച്ച് സെല് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മാർക്കറ്റ് അവിടം വരെ റീട്രേസ് ചെയ്തിട്ടില്ല. നമുക്കൊരു ഷോർട്ടർ ടൈം ഫ്രെയിം നോക്കാം. ഈ ഒരു ലോ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്.
ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് താഴോട്ടൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഒരു എൻട്രി കണ്ടെത്താമെന്ന് നോക്കാം. മാർക്കറ്റ് റീട്രേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 15 മിനിറ്റ്സിൽ ഈ ഒരു ഹൈ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്സ് ആണ്. 15 മിനിറ്റ്സിൽ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ഹൈ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ സ്വിങ് ഹൈ, ഈ ലോങ് വിക്സ്, ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയസ് ആണ്, കണ്ടോ? അപ്പോൾ 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തു, കണ്ടോ? മാർക്കറ്റ് റിവേഴ്സൽ വന്നു. കണ്ടോ? ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, ഫോം ചെയ്തു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് നമുക്കൊരു എൻട്രി കിട്ടി, കണ്ടോ? റിസ്ക് ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. മാർക്കറ്റ് നമുക്ക് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് വെക്കാം. കണ്ടോ? ടാർഗറ്റ് എവിടം വരെ അച്ചീവ് ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെ ടാർഗറ്റ് നോക്കാം? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് വരച്ചിടാം. ആ ഒരു ഫെയർ വാല്യൂ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ വരെ ഒരു ടാർഗറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് PO3 കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 1 ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എപ്പോഴും ഡെയിലി ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഡേയ്സിൽ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. കണ്ടോ? മാർക്കറ്റ് ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തു, ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു, കണ്ടോ? അപ്പോൾ അടുത്ത ദിവസം നമുക്കിവിടെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി എങ്ങനെ എടുക്കാം? PO3 കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എവിടം വരെ മാനിപ്പുലേഷൻ വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഫിബൊനാച്ചി ലെവൽസ് നമുക്ക് യൂസ് ചെയ്യാം ടൂൾസിൽ. എവിടം വരെ റീട്രേസ്മെൻറ്റ് നടക്കാം, കണ്ടോ? 50% ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു എൻട്രി വന്നു, മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതുമാത്രമല്ല, നമുക്കറിയാം ഞാൻ ഈ ഒരു എൻട്രി കൺഫേം എടുക്കാൻ കാരണം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് ബൗൺസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി ബയസ് എല്ലാ ദിവസവും വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഹൈ വരയ്ക്കുക, ഇതിൻ്റെ ലോ വരയ്ക്കുക. ലിക്വിഡിറ്റി എവിടെയോ എടുത്തിട്ടുണ്ടോ? ഈ 2 ദിവസങ്ങളിലും എടുത്തിട്ടില്ല. മാർക്കറ്റ് നേരെ 3-ാമത്തെ ദിവസമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായിട്ട് ഡെയിലി ബയസ് ഇതുപോലെ നമ്മൾ വരച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഡയറക്ഷൻ നമുക്ക് കൺഫർമേഷൻ അല്ല എങ്കിലും ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺഫർമേഷനാണ് ഇത് മേലോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഡെയിലി ബയസ് നമുക്ക് ഇതുപോലെ വരയ്ക്കുക. എവിടെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിരിക്കുന്നത് അവിടെ അടുത്ത ദിവസം തന്നെ ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ തന്നെ. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഹൈ ലോ വരയ്ക്കുക. മാർക്കറ്റ് ബയസ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക. ബയസ് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു PO3 കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് നമ്മളിവിടെ കണ്ടു. അപ്പോൾ സമാനമായിട്ട് ലിക്വിഡിറ്റി റൺ ആണെങ്കിൽ
എങ്ങനെ നമുക്ക് റണ്ണ് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം റീട്രേസ്മെൻറ്റ് എവിടം വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലെ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എൻട്രീസ് എടുക്കുക. ട്രേഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാതെ കേവലം എല്ലാ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്സും നമ്മൾ നോക്കി ട്രേഡ് എടുക്കാതിരിക്കുക. അത് ഇവൻച്വലി നിങ്ങൾ നല്ലൊരു ലോസിലോട്ട് പോകും. ഇനി മനസ്സിലാക്കേണ്ടത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വരുന്ന വീഡിയോയിൽ നമുക്ക് എങ്ങനെ ലിക്വിഡിറ്റി മനസ്സിലാക്കി, PO3 മനസ്സിലാക്കി, പ്രീമിയം ഡിസ്കൗണ്ട് അറേ മനസ്സിലാക്കി ഇവിടെ എവിടെ ട്രേഡ് എടുക്കണം, ഇതെങ്ങനൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിനായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ICT കോൺസെപ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ICT കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലർക്കും കോൺസെപ്റ്റൊക്കെ അറിയാം, പക്ഷെ അതെങ്ങനെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബേസിക്സ് ആണ്. ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എങ്ങനെ PO3 കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു എൻട്രി എടുക്കാൻ നോക്കുക. PD അറേസ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മാർക്കറ്റ് എവിടം വരെ വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീമിയം ഡിസ്കൗണ്ട് അറേ കണ്ടോ, ഇതൊരു എക്സാമ്പിൾ തന്നെയാണ്. PD അറേ ഈ സ്വിങ് ഹൈ സ്വിങ് ലോ, ഇത് 50% താഴെ ഭാഗം ഡിസ്കൗണ്ട് ഏരിയയാണ്. ഇവിടെ നിന്നാണ് മേടിക്കേണ്ടത്, വിൽക്കേണ്ടത് പ്രീമിയം ഏരിയയിൽ. അപ്പോൾ PD അറേയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, ഇവിടെയാണ് എൻട്രി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോൺസെപ്റ്റ്, അതൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം, ഒരു ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ പാസ്സാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ സീരീസിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ട്രേഡർ ആകാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ബേസിക്സ് തൊട്ട് നിങ്ങൾ കണ്ടുപോവുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക വീഡിയോസ് മാക്സിമം. കാരണം ഡെയിലി ബയേഴ്സാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ലിക്വിഡിറ്റി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ലിക്വിഡിറ്റി ഡയറക്ഷനും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയാൽ എങ്ങനെ നമുക്കൊരു എൻട്രി എടുക്കാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ നിങ്ങൾക്ക് ഡയറക്ഷൻ, മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഒരു എൻട്രി കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ഫിബൊനാച്ചി സെറ്റിങ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. അടുത്ത വീഡിയോ സീരീസിലും നിങ്ങൾക്കത് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് എങ്ങനെ നല്ലൊരു ട്രേഡർ ആകാം, ഫണ്ടഡ് അക്കൗണ്ട്സ് എങ്ങനെ പാസ്സാക്കാം, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതൊക്കെ തുടർന്നുള്ള വീഡിയോ സീരീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു. ബൈ.